ഹലോ നമസ്കാരം. അങ്ങനെ ഫഹദ് ഫാസിൽ പ്രൊഡക്ഷൻസിൽ നിന്നും വന്ന ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത പൈങ്കിളി മൂവി കണ്ടുവന്നിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റർ ജിത്തു മാധവൻ നമ്മുടെ ആവേശം, രോമാഞ്ചം എന്നീ സിനിമകളുടെ ഡയറക്ടറാണ്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഓവറാക്കി ചളമാക്കി എന്ന് വേണം പറയാൻ. കാരണം ഈ സിനിമയിലെ എല്ലാ ആക്ടേഴ്സിനും ഒരു നോർമൽ ആക്ടിങ്ങും ഉണ്ട്, ഓവർ ആക്ടിങ്ങും ഉണ്ട്. പിന്നെ ആക്ടേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ അംബാനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത് അനശ്വര രാജൻ, അത്യാവശ്യം നല്ല വെറുപ്പിക്കലാണ്. പിന്നെ മറ്റ് ആക്ടേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജിസ്മ വിമൽ, അതായത് നൈബറായി അഭിനയിച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയ കുട്ടിയാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അംബാൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച റോഷൻ ഷാനവാസ് എന്ന് പറഞ്ഞ നമ്മുടെ ആവേശം സിനിമയിൽ 3 പിള്ളേരില്ലേ, അതിലൊരു ചെക്കനായിരുന്നു. അവൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കോമഡി കൈകാര്യം ചെയ്തിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു മോഡിൽ പോകുന്ന ഒരു രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അബു സലീം ഉണ്ട്, പിന്നെ റിയാസ് ഖാൻ. രണ്ടുപേരും ചെറിയ രീതിയിൽ കോമഡിയാണ് പടത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെയും ചെറിയ വെറുപ്പിക്കലുണ്ട്. ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ, സിനിമ മൊത്തം ഒരു ഓവർ ആക്ടിങ്ങിൻ്റെ ഒരു ഐര് കളിയാണ്. അപ്പോൾ അത് ആക്ടേഴ്സിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സംവിധായകൻ അങ്ങനെയാണ് ആ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനശ്വര രാജൻ അത്യാവശ്യം നല്ല വെറുപ്പിക്കലാണ്. പിന്നെ ഉണ്ടത് ലിജോ ജോസ് പെല്ലിശ്ശേരി ഉണ്ട്, അതുപോലെ നമ്മുടെ സലീം കുമാറിൻ്റെ മകനായ ചന്തു സലീം കുമാർ. എല്ലാവരും അത്യാവശ്യം ചെറിയൊരു നോർമൽ ആക്ടിങ്ങും പ്ലസ് ഓവർ ആക്ടിങ്ങും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയൽ വരുവാണ് ഈ പടം. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ മുതിർന്നവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, എന്നാൽ ഓവർ ആക്ടിങ്, ഓവർ ചളികൾ ഇഷ്ടപ്പെടുന്ന യൂത്തിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് പടം അത്ര വർക്കായില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഓവറോൾ സിനിമ ഒരു ബിലോ ആവറേജ് ആണ്. എന്നാൽ സജിൻ ഗോപുവിൻ്റെ ആക്ടിങ്ങും ആ മ്യൂസിക്കും വെച്ച് അല്ലെങ്കിൽ സോങ്സും വെച്ച് ഞാനൊരു ആവറേജ് അനുഭവം എനിക്ക് അതിൽ നിന്ന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സിനിമ കണ്ടവർ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻ്റായി പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.